തജിക്കിസ്ഥാനിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. മധ്യേഷ്യയിൽ വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത ചെറുരാജ്യം. ഇന്ത്യയോട് അടുത്തു കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണിത്. ഗിസാർ പർവ്വതനിരകളിലൂടെ ദീർഘമായി സഞ്ചരിച്ചു വേണം തജിക്കിസ്ഥാന്റെ വടക്കൻ പ്രദേശമായ ഖുജന്ദിലെത്താൻ. തജിക്കിസ്ഥാന്റെ ആദ്യകാല തലസ്ഥാനവും സാംസ്കാരിക പ്രദേശവുമാണ് ഖുജന്ത്. അപകടം പതിയിരിക്കുന്ന മലമ്പാതയാണ്. എന്റെ ഡ്രൈവർ ഇസ്ഫാൻ ഡിയർ ശ്രദ്ധയോടെ വാഹനമോടിക്കുന്നു. പിന്നിൽ ഗൈഡ് ഷഹബാസും അംബുരാജ എന്ന മലയാളിയും. സഞ്ചാരത്തിൽ ഇങ്ങനെ 4 പേർ ചേർന്നുള്ള യാത്ര ആദ്യമായാണ്. അംബുരാജയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ സഹായത്തോടെയാണ് ഞാൻ ഈ നാട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. ധാരാളം ഖനികളുള്ള പർവ്വത പ്രദേശങ്ങളിലൂടെ ദീർഘമായ യാത്ര. യാഗ് നോബ് എന്ന നദിയെ ക്രോസ് ചെയ്താണ് പോകുന്നത്. ഈ പ്രദേശം ടക്ഫോൺ എന്നറിയപ്പെടുന്നു. ഖനികളും ജനവാസ കേന്ദ്രങ്ങളുമുള്ള വലിയൊരു പ്രദേശമാണ് ടക്ഫോൺ. 600-ലധികം ആളുകൾ ഇവിടെ സ്ഥിരവാസികളായുണ്ട്. കാർ ടക്ഫോൺ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. മലഞ്ചെരുവിൽ ഒട്ടും ചേലില്ലാത്ത വീടുകളുള്ള തീർത്തും ദരിദ്രമായ ഒരു ഗ്രാമം. ഗാംഭീര്യമാർന്ന ഒരു കെട്ടിടം പോലും ടക്ഫോൺ പോലുള്ള ഇത്തരം പർവ്വത ഗ്രാമങ്ങളിലൊന്നും കാണില്ല. ഇതാണ് ടക്ഫോണിന്റെ പ്രധാന ഭാഗം. ചുറ്റുമുള്ള മലകളിൽ ഒട്ടേറെ ഖനികൾ പ്രവർത്തിക്കുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഏതാനും റെസ്റ്റോറന്റുകളും. ഡ്രൈവർ ഇസ്ഫാന് വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാത്ത പക്ഷം കുറേ ദൂരം യാത്ര ചെയ്ത് ഐനി എന്ന പ്രദേശത്തെത്തണം നല്ല റെസ്റ്റോറന്റുകൾ കണ്ടെത്താനെന്ന മുന്നറിയിപ്പുമുണ്ട്. എങ്കിൽ നല്ല ഭക്ഷണം ലഭിക്കുന്ന ഒരിടത്ത് വണ്ടി നിർത്താമെന്ന് ഞങ്ങൾ പറഞ്ഞു. ടക്ഫോണിനോട് ചേർന്ന് കിടക്കുന്ന സവോദ ഗ്രാമം പിന്നിട്ടു. അടുത്ത ഗ്രാമത്തിൽ നല്ല റെസ്റ്റോറന്റുകളുണ്ടെന്ന് ഇസ്ഫാൻ പറഞ്ഞിട്ടുണ്ട്. അവിടേക്കുള്ള യാത്ര തുടരുമ്പോൾ മലകളുടെ നിറം മാറി വരുന്നതാണ് ഒരു കാഴ്ച. മലകളിലെ ധാതു നിക്ഷേപത്തിന്റെ വ്യത്യസ്തതയാണ് ആ നിറമാറ്റത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. സ്വർണം മുതലുള്ള വിവിധങ്ങളായ ലോഹ അയിരുകൾ ഖനനം ചെയ്തെടുക്കുന്ന മലകൾ. ഗിസാർ പർവ്വതനിര തുർക്കിസ്ഥാൻ പർവ്വതനിരയോട് ചേരുന്ന ഭാഗമാണിതെന്നാണ് ഗൈഡ് പറയുന്നത്. തുർക്കിസ്ഥാൻ എന്നൊരു പർവ്വതനിരയെക്കുറിച്ചു തന്നെ ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. ഗിസാർ പർവ്വതത്തിൽ ഈ ഭാഗത്തൊക്കെ നിരവധി ഗ്രാമങ്ങളുണ്ട്. അവിടെയെല്ലാം വ്യത്യസ്ത ഗോത്രങ്ങൾ വസിക്കുന്നു. ഗിസാറിലെ ഓരോ ഗ്രാമവും ഓരോ ഗോത്രത്തിൻ്റെതാണ്. അതല്ലെങ്കിൽ 3-4 ഗ്രാമങ്ങളിൽ ഒരു ഗോത്രമാവും വസിക്കുന്നത്. 1000-ൽ താഴെ മാത്രം അംഗസംഖ്യയുള്ള ഗോത്രങ്ങളും ഇവിടെയുണ്ട്. ശൈത്യകാലത്ത് മഞ്ഞിന്റെ ധവളിമയാർന്ന പുതപ്പിനടിയിലായി പോകുന്നതാണ് ഈ മലനിരകളെല്ലാം. കൊടും വേനലിന്റെ നാളുകളായതിനാലാണ് പല നിറമാർന്ന മലകൾ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത്. മരങ്ങളെല്ലാം പച്ചിലച്ചാർ തണിഞ്ഞു നിൽക്കുന്നതും വേനലായതുകൊണ്ട് തന്നെ. വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ ചുവന്ന മലകളുടെ ചെരുവിലൂടെയാകുന്നു യാത്ര. അമേരിക്കയിലെ സെഡോണ എന്ന പ്രദേശത്തുകൂടി കടന്നുപോയ ഓർമ്മകളാണ് ഈ യാത്ര എന്നിൽ ഉണർത്തുന്നത്. അതേവിധം ചുവപ്പ് നിറമാർന്ന കൂറ്റൻ മലകൾ. പച്ചപ്പിന്റെ ഒരു കണിക പോലും അതിലെങ്ങുമില്ല. മഞ്ഞുകാലത്ത് ഈ മലകൾക്കും വെളുപ്പ് നിറമായിരിക്കുമെന്നതാണ് രസകരമായ കാര്യം. ഫോൺ നദിയുടെ തീരത്തുകൂടിയാണ് ഇപ്പോൾ യാത്ര. നദിയുടെ തീരത്ത് ചെറുഗ്രാമങ്ങൾ. ഇതെല്ലാം ഖനിപ്രദേശങ്ങൾ തന്നെയാണ്. ഖനിജങ്ങൾ സംസ്കരിക്കുന്ന ചെറു ഫാക്ടറികളും ഈ യാത്രയിലെ കാഴ്ചയാണ്. നേരെ മുന്നിൽ അത്തരമൊരു ഫാക്ടറി കാണുന്നുണ്ട്. ഇടതുവശത്ത് കാണുന്ന ഈ പാലം കടന്ന് യാത്ര തുടർന്നാൽ ഇസ്കന്ദർ കൂൾ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു ജലാശയത്തിനടുത്തെത്തും. ഒരു സുഖവാസ കേന്ദ്രം കൂടിയാണ് ആ തടാക പരിസരം. ഇസ്കന്ദർ എന്നാൽ അലക്സാണ്ടർ, കൂൾ എന്നാൽ കുളം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി സന്ദർശിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു ജലാശയമാണത്. ഈ പ്രദേശത്തു നിന്നും 24 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇസ്കന്ദർ കൂളിലെത്താം. ഇവിടെ 1-2 നല്ല റെസ്റ്റോറന്റുകളുണ്ടെന്നും അതിലൊന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നുമാണ് ഇസ്ഫാൻ പറയുന്നത്. റെസ്റ്റോറന്റ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ യാത്ര.
വിശാലമായ ഒരു മുറ്റത്തിന്റെ അതിരിലെ നീളൻ കെട്ടിടത്തിനടുത്തേക്ക് ഇസ്ഫാൻ വാഹനം കൊണ്ടുചെന്നു. സൂപ്പ് റെസ്റ്റോറന്റ്. കാഴ്ചയിൽ വലിയ ഭോജനശാലയാണ്. ഭിത്തിയിലുടനീളം വിഭവങ്ങളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ദുഷാൻബെ ഖുജന്ത് പാതയിൽ ദീർഘയാത്ര നടത്തുന്നവർ വാഹനമൊതുക്കി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുക ഇത്തരം റെസ്റ്റോറന്റുകളിലാണ്. ഈ പ്രദേശത്ത് ആകെയുള്ള റെസ്റ്റോറന്റാണിത്. ബാർബിക്യൂ ആണ് ഇവിടുത്തെ പ്രധാന വിഭവം. വൈകുന്നേരങ്ങളിലാണ് ഇത്തരം വഴിയോര റെസ്റ്റോറന്റുകളിൽ തിരക്കുണ്ടാവുക. കനലിൽ ചുട്ട റൊട്ടിയുമായി ജീവനക്കാരൻ പോകുന്നുണ്ട്. ഞാൻ റെസ്റ്റോറന്റിനകത്തേക്ക് നടന്നു. ഏതാനും ടൂറിസ്റ്റുകൾ ഭക്ഷണം കഴിച്ചിരിപ്പുണ്ട്. കൂടെ നാട്ടുകാരനായ ഗൈഡും. ഒരു ഭാഗത്ത് ചെറിയൊരു ബാർ കൗണ്ടർ. തൊപ്പിവെച്ച തനി തജിക് ഗ്രാമീണനാണ് അതിന്റെ ചുമതല. ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിലും മദ്യം യഥേഷ്ടം ലഭിക്കുന്ന നാടാണ് തജിക്കിസ്ഥാൻ. തജിക്കുകളുടെ പരമ്പരാഗത രീതിയിൽ വട്ടമിട്ടിരുന്നു വേണം ഭക്ഷണം കഴിക്കാൻ. വലിയൊരു കട്ടിൽ, അതിന്റെ മൂന്നരികിലും കുഷ്യനിട്ടിരിക്കുന്നു. കട്ടിലിന്മേൽ കയറി ചമ്രം പടിഞ്ഞിരിക്കണം. ഇതാണ് ഭക്ഷണത്തിനിരിക്കുന്നതിന്റെ തജിക് ശൈലി. ഇസ്ഫാനും അംബുരാജിയും കട്ടിലിൽ സ്ഥാനം പിടിച്ചു. ഗൈഡ് ഷഹബാസാണ് ഞങ്ങൾക്ക് വേണ്ടി വിഭവങ്ങളുടെ വിവരം ചോദിച്ചു മനസ്സിലാക്കുന്നത്. ബാർബിക്യൂ വിഭവങ്ങളാണ് പ്രധാനം. ആട്, കോഴി, ബീഫ് എന്നിവയുടെ ഇറച്ചി കനലിൽ വെച്ച് മുറിച്ചെടുക്കുന്ന വിഭവങ്ങളാണത്. ബാർബിക്യൂ ചെയ്ത ഇറച്ചി വിഭവത്തിന് ഷഷ്ലിക്കി എന്നാണ് ഇവർ പറയുന്നത്. ഗിസാർ പർവ്വതത്തിലെ ഏതോ ഗോത്രഗ്രാമത്തിൽ നിന്നുമുള്ള സ്ത്രീയാണിത്. തലയിൽ പ്രത്യേക രീതിയിൽ സ്കാർഫ് അണിയുന്നത് ഇവരുടെ വേഷവിധാനത്തിന്റെ ഭാഗം തന്നെയാണ്. ജീവനക്കാരി പറഞ്ഞ വിഭവങ്ങളെക്കുറിച്ച് ഷഹബാസ് ഞങ്ങൾക്കൊരു വിവരണം തന്നു. ഷഷ്ലിക്ക് തന്നെ ഓർഡർ ചെയ്യാമെന്നാണ് ഞാനും അംബുരാജിയും തീരുമാനിച്ചത്. ആട്ടിറച്ചി നെയ്യോടുകൂടി കനലിൽ ചുട്ടെടുക്കുന്നതാണ് ഇവിടുത്തെ ഷഷ്ലിക്കി. ഓർഡർ ലഭിച്ചതോടെ പാചകക്കാരൻ പണി തുടങ്ങി. മുറ്റത്തെ അടുപ്പിൽ വെച്ചാണ് ഷഷ്ലിക്കി ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ തജിക് സുഹൃത്തുക്കളായ ഷഹബാസും ഇസ്ഫാനും മറ്റെന്തൊക്കെയോ വിഭവങ്ങൾ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. നെയ്യോടുകൂടി മുറിച്ചെടുത്ത ആട്ടിറച്ചി ഇരുമ്പുദണ്ടിൽ കോർത്ത് കനലിന്റെ മുകളിൽ വെച്ച് ചുട്ടു തുടങ്ങിയിരിക്കുന്നു. സലാഡും റൊട്ടിയുമെല്ലാം മൊരിച്ച ആട്ടിറച്ചിക്കൊപ്പം എത്തി. അതെല്ലാം നിറയെ കഴിച്ചതിന്റെ ഉത്സാഹത്തോടെ ഡ്രൈവർ ഇസ്ഫാൻ വണ്ടിയെടുത്തു. റെസ്റ്റോറന്റിന് മുന്നിൽ നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങി. വീണ്ടും ഈ മലമടക്കുകളിലൂടെ ദീർഘമായ യാത്രയാണ്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരേ കാഴ്ചകൾ മാത്രമായതിനാൽ ഇതൊരു വിരസമായ യാത്രയാണെന്നും പറയാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ പരുക്കൻ പർവ്വതനിരകളിൽ എങ്ങനെ മനുഷ്യവാസം സാധ്യമായെന്ന് ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ചിന്തിച്ചു പോകുന്നു. ഒരു ഗ്രാമം കടന്ന് കിലോമീറ്ററുകൾ സഞ്ചരിക്കണം മറ്റൊരു ഗ്രാമത്തിലേക്കെത്താൻ. വേനലിൽ പച്ചപ്പ് തീരെയില്ലാത്ത പ്രകൃതി. ശൈത്യകാലത്താകട്ടെ പ്രദേശമാകെ മഞ്ഞു മൂടിക്കിടക്കും. അത്തരമൊരു സാഹചര്യത്തിലും പർവ്വതമുകളിലും താഴ്വരകളിലും ചെറിയ ഗ്രാമങ്ങൾ രൂപപ്പെട്ടു. ഒരു കുടുംബം തന്നെയായിരിക്കാം ഒരു ഗ്രാമമായി വികസിച്ചത്. വ്യത്യസ്ത ഗോത്രങ്ങളുടെ ഗ്രാമങ്ങളാണത്. 4000 വർഷം മുൻപ് മുതൽ രൂപം കൊണ്ട ഗ്രാമങ്ങളുടെ പിന്തുടർച്ചക്കാർ ഇപ്പോഴും ഈ പർവ്വതങ്ങളിൽ ഉണ്ടെന്നതാണ് കൗതുകകരമായ ഒരറിവ്. ചില കോൺക്രീറ്റ് കെട്ടിടങ്ങളും തകരം മേഞ്ഞ ഷെഡുകളും പാതയോരത്ത് പലയിടത്തും കാണാം. മൈനിങ്ങുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളാണ് അവയെല്ലാം. ഇക്കാണുന്നതൊക്കെ ആധുനിക കാലത്തെ കെട്ടിടങ്ങളാണ്. സിമന്റ് തേച്ച് ചായം പൂശിയ നല്ല കെട്ടിടങ്ങൾ. സിമന്റും പെയിന്റും ഗിസാർ പർവ്വതനിരയിലെ ഗ്രാമങ്ങളിലേക്ക് എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. ഫോൺ നദിയെ മുറിച്ചുകടന്ന് യാത്ര തുടരുകയാണ്. അക്കാണുന്ന മലയിടുക്കുകളിലൂടെ വളഞ്ഞുപുളഞ്ഞൊഴുകി വരികയാണ് നദി. ഇനി കുറച്ചു ദൂരം നദീതീരത്തുകൂടി തന്നെയാണ് യാത്ര. പർവ്വതമുകളിലെ മഞ്ഞ് വേനൽ ചൂടിൽ ഉരുകി ഒഴുകിയാണ് ഈ കുത്തൊഴുക്ക് സൃഷ്ടിക്കുന്നത്. ഫോൺ നദി കുറേ ദൂരമൊഴുകി സറാവ് ഷാൻ നദിയിൽ ചെന്നു ചേരുന്നു. തജിക്കിസ്ഥാനിലെ ഒരു സാംസ്കാരിക വാഹിനിയാണ് സറാവ് ഷാൻ. നേരത്തെ മലഞ്ചെരുവുകളിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്രയെങ്കിൽ ഇനി കുറേ ദൂരം ഇത്തരം മലയിടുക്കുകളിലൂടെയാണ് പോകേണ്ടത്.
കാശ്മീരിലെ ലേയിൽ നിന്നും ലാമായൂരു ഗ്രാമത്തിലേക്ക് സഞ്ചരിച്ചതിന്റെ ഓർമ്മയാണ് ഇപ്പോൾ എന്നിൽ ഉണരുന്നത്. മലകൾക്കിടയിലെ ഇടുങ്ങിയ വഴിയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ തീരത്തുകൂടിയായിരുന്നല്ലോ ആ യാത്ര. ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു അരുവി പോലെ തോന്നുമെങ്കിലും വലിയ കുത്തൊഴുക്കാണ് ഫോൺ നദിയിൽ. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഏതാണ്ട് 1.5 മണിക്കൂർ ഈ വരണ്ട മലയിടുക്കിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു. പക്ഷേ ആ ദൃശ്യങ്ങൾ മുഴുവനായും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ഒരേ തരം ദൃശ്യങ്ങൾ തന്നെയാണത് എന്നതു തന്നെ കാരണം. ഗിസാർ പാമീർ പർവ്വതനിരകളെക്കുറിച്ചും അതിലെ നിരവധിയായ ഗ്രാമങ്ങളെക്കുറിച്ചും പകുതിയിലേറെ ഭൂഭാഗത്തും പർവ്വതങ്ങൾ നിറഞ്ഞ തജിക്കിസ്ഥാൻ എന്ന രാജ്യത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഞാനിരുന്നു. 86 ലക്ഷം മാത്രമാണ് തജിക്കിസ്ഥാനിലെ ജനസംഖ്യ. നിരവധി വംശീയ വിഭാഗങ്ങൾ ആ ജനതയിലുണ്ട്. വലതുവശത്ത് പച്ചപ്പിന്റെ ഒരു ചെറുപ്രദേശം കാണാം. പെറ്റെ എന്ന ഗ്രാമമാണത്. വരണ്ട പർവ്വതങ്ങൾക്കിടയിൽ ചെറിയ പച്ചപ്പുള്ളയിടത്തെല്ലാം ജനവാസ കേന്ദ്രങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നദിയുടെ സാന്നിധ്യവും മലകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ എക്കലടിഞ്ഞ് കൃഷിക്കനുയോജ്യമായ നിലവുമാകാം ഇവിടങ്ങളിൽ ഇത്തരത്തിലുള്ള ഗ്രാമങ്ങൾ രൂപപ്പെടാൻ കാരണം. നാരകം, പിസ്താഷ്യോ, ആപ്രിക്കോട്ട്, പോംഗ്രനൈറ്റ്, ചെറി തുടങ്ങിയവയാണ് ഈ ഗ്രാമങ്ങളിലെ സാധാരണ കൃഷികൾ. ചില ഗ്രാമങ്ങളിൽ ആപ്പിളും മുന്തിരിയും കൃഷി ചെയ്യുന്നുണ്ട്. പെറ്റെ കടന്ന് യാത്ര തുടരുകയാണ്. മലയിടുക്കിലെ ഒഴിഞ്ഞ ഭാഗത്തുകൂടിയാണ് നദി ഒഴുകുന്നതെന്നതുകൊണ്ട് തന്നെ അതിന്റെ തീരം ചേർന്നാണ് പല ഭാഗത്തും റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. വർഷകാലത്ത് നദിയുടെ കുത്തൊഴുക്കിൽ പാത തകരുന്നതും ഇവിടെ പതിവാണ്. നദിക്കക്കരെയുമുണ്ട് ചില ഗ്രാമങ്ങൾ. നാരകവും ആപ്രിക്കോട്ടും വളർന്നു നിൽക്കുന്ന വീതിയാർന്ന തിട്ടകൾ അവിടെ കാണാം. വളരെ കുറച്ച് ജനസംഖ്യയേ ഉള്ളൂ അത്തരം ഗ്രാമങ്ങളിൽ. സോവിയറ്റ് കാലത്ത് തജിക്കിസ്ഥാനിലെ പർവ്വത ഗ്രാമങ്ങളെല്ലാം കടുത്ത അവഗണനയിലായിരുന്നു. ഇവിടുത്തെ ഗ്രാമങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സ്വാതന്ത്ര്യാനന്തരവും സാമ്പത്തികമായി വലിയ ഉയർച്ച നേടാനായില്ല എന്നതാണ് തജിക്കിസ്ഥാന്റെ ദുര്യോഗം. വൻകിട പദ്ധതികൾക്കായി മറ്റു രാജ്യങ്ങളുടെ സഹായം തേടുകയാണിവർ. വരണ്ട മലകളുടെ കാഴ്ചകൾ അംബുരാജിക്കും മടുത്തിരിക്കുന്നു എന്ന് തോന്നി. ഐനി എന്ന പട്ടണത്തിലേക്കാണ് അടുത്തതായി എത്തുക. ഒട്ടൊരു മരുഭൂസമാനമാണ് ഈ പ്രദേശങ്ങളെല്ലാം. ഈ ഭൂമിയിലൂടെയാണ് 2000 വർഷത്തിനപ്പുറം മാസിഡോണിയയിലെ മഹാനായ അലക്സാണ്ടർ പട നയിച്ചതും ചൈനീസ് പര്യവേക്ഷകൻ ഷാൻ ക്യുയാൻ തന്റെ സംഘത്തോടൊപ്പം സഞ്ചരിച്ചതും. താഴെ മറ്റൊരു ഗ്രാമം കാണാം. സംഗിസ്ഥാൻ എന്ന ഗ്രാമമാണത്. ഐനി ജില്ലയിൽ ഉൾപ്പെട്ട ഗ്രാമമാണ് സംഗിസ്ഥാൻ. പാതയോരത്തൊരിടത്ത് വാഹനം നിർത്തി ഞാൻ ഇറങ്ങി. സെറാവ്ഷാൻ നദി ഒഴുകിവരുന്ന കാഴ്ച കാണാം. അതിനപ്പുറമുള്ള ചെറു സമതലത്തിലാണ് ഗ്രാമം. തുർക്കിസ്ഥാൻ മൗണ്ടൻ റേഞ്ചിന്റെ ഭാഗമായ മലനിരകളാണ് ഇക്കാണുന്നത്. ഒരു വലിയ മലയുടെയും സെറാവ്ഷാൻ നദിയുടെയും മധ്യത്തിലാണ് സംഗിസ്ഥാൻ ഗ്രാമത്തിന്റെ സ്ഥാനം. തുർക്കിസ്ഥാൻ പർവ്വതനിര ഗിസാർ പർവ്വതനിരയുമായി സംഗമിക്കുന്ന ഭാഗമാണിത്. ഫോൺ നദി സെറാവ്ഷാനിൽ വന്നു ചേരുന്നതും ഈ പ്രദേശത്തു വെച്ചു തന്നെ. 700-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഗ്രാമമാണ് സംഗിസ്ഥാൻ. ഐനി പട്ടണത്തിന്റെ ഒരു ഉപഗ്രഹ ഗ്രാമമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. സമീപത്തെ മലകളിലുള്ള ഖനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് സംഗിസ്ഥാനിലെ നിവാസികളിൽ കൂടുതലും. ഒരു വിദ്യാലയവും ഏതാനും ഗവൺമെന്റ് ഓഫീസുകളും അവിടെയുണ്ട്. ഒരു വലിയ മലയുടെയും സെറാവ്ഷാൻ നദിയുടെയും മധ്യത്തിലാണ് സംഗിസ്ഥാൻ ഗ്രാമത്തിന്റെ സ്ഥാനം. അംബുരാജിക്ക് തജിക് ഭാഷ അല്പമൊക്കെ അറിയാം. മലകളെക്കുറിച്ചും ഗ്രാമങ്ങളെക്കുറിച്ചുമെല്ലാം തന്നെയാണ് ഇവർ ഗഹനമായി ചർച്ച ചെയ്യുന്നത്. അവിടെ നിന്നും ഞങ്ങൾ യാത്ര തുടർന്നു. സെറാവ്ഷാൻ നദിക്ക് കുറുകെയുള്ള പാലമാണ് താഴെ കാണുന്നത്. അത് ക്രോസ് ചെയ്താൽ സംഗിസ്ഥാൻ ഗ്രാമത്തിലേക്ക് എത്താം. മധ്യേഷ്യയിലെ പ്രമുഖമായൊരു നദിയാണ് സെറാവ്ഷാൻ.
തജിക്കിസ്ഥാന്റെ മാത്രമല്ല ഉസ്ബെക്കിസ്ഥാന്റെയും സാംസ്കാരിക വാഹിനിയാണത്. പാമിർ പർവ്വതമേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി സെറാവിഷാന് കുറുകെയുള്ള പാലം കടന്നു. സംഗിസ്ഥാൻ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്തുകൂടിയാണ് ഐനിയിലേക്കുള്ള പാത നീണ്ടുപോകുന്നത്. ഗ്രാമത്തിലൂടെ കുറച്ചു ദൂരം ഓടി വാഹനം ഐനിയിലേക്ക് എത്തുന്നു. ഐനി എന്ന ജില്ലയുടെ ആസ്ഥാനം കൂടിയാണിവിടം. 12,000 ആളുകളാണ് ഐനി ജില്ലയിൽ ആകെയുള്ളത്. അതിൽ പകുതിയോളം പേർ ജില്ലാ ആസ്ഥാനമായ പട്ടണത്തിൽ വസിക്കുന്നു. ഒരു ഡെൽറ്റ പ്രദേശത്താണ് ഐനി പട്ടണം. ഫോൺ നദിയും സെറാവിഷാൻ നദിയും സംഗമിക്കുന്നിടത്ത് രൂപപ്പെട്ട ഡെൽറ്റ BC 6-ാം നൂറ്റാണ്ടിൽ സോഗ്ഡിയൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഐനി എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. പുരാതന ഇറാനിയൻ ജനതയാണ് സോഗ്ഡിയന്മാർ. പിന്നീടെന്നോ സോഗ്ഡിയൻ സമൂഹം ഇവിടം ഉപേക്ഷിച്ചു പോയെങ്കിലും 1500 വർഷങ്ങൾക്ക് മുൻപ് വീണ്ടും ഒരു ജനവാസ കേന്ദ്രമായി ഇവിടം മാറി. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെ പ്രമുഖമായൊരു എയർ ബേസ് ആയിരുന്നു ഐനി. അഫ്ഗാൻ യുദ്ധകാലത്ത് സോവിയറ്റ് യുദ്ധവിമാനങ്ങൾ പ്രധാന ബേസായി ഉപയോഗപ്പെടുത്തിയതും ഐനിയെ തന്നെ. ഇതാണ് ഐനി പട്ടണത്തിന്റെ പ്രധാന ഭാഗം. വലതുവശത്ത് ഒരു മോസ്കിന്റെ മിനാരം പോലുള്ള ഒരു നിർമ്മിതിയുണ്ട്. അതിനു സമീപം വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഐനിയിലെ പ്രധാനപ്പെട്ട മോസ്കാണ്. അതിനു മുന്നിൽ ഗ്ലാസും അലൂമിനിയവും കൊണ്ട് നിർമ്മിച്ചു വച്ചിരിക്കുന്ന ചട്ടക്കൂടിനുള്ളിൽ ഒരു നിർമ്മിതിയുണ്ട്. ഒരു മൺമിനാരം. മണ്ണും മരവും ചെറുകല്ലുകളും മാത്രമാണ് അതിന്റെ നിർമ്മാണ വസ്തുക്കൾ. ഐനി മേഖലയിലേക്ക് ഇസ്ലാം മതം എത്തിയതിന്റെ സ്മാരകം കൂടിയാണ് മിനാരം. 9-ാം നൂറ്റാണ്ടിലായിരുന്നു അതിന്റെ നിർമ്മാണം. ഐനി കേന്ദ്രീകരിച്ചാണ് തജിക്കിസ്ഥാന്റെ ഈ മേഖലയിൽ ഇസ്ലാം മതം വളർന്നത്. സോവിയറ്റ് കാലത്തും പ്രമുഖമായൊരു പട്ടണമായിരുന്നു ഐനി. അക്കാലത്ത് സഹമത്തോബാദ് എന്നാണ് ഈ പട്ടണം അറിയപ്പെട്ടിരുന്നത്. തെരുവിൽ ഷോപ്പിങ്ങിനും മറ്റും ഇറങ്ങിയവർ അങ്ങുമിങ്ങും നടക്കുന്നത് കാണാം. ഇതാണ് തജിക്കിസ്ഥാനിലെ ഗ്രാമീണരുടെ വേഷം. ചുരിദാറിന്റെ ഒരു വകഭേദമാണ് ഇവിടുത്തെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രമെന്ന് തോന്നി. റംസാൻ ദിനത്തിന്റെ തലേനാളാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. പെരുന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് ഇവിടമെല്ലാം. ഞാൻ ഐനിയുടെ ഉൾത്തെരുവുകളിലൂടെ ഒന്ന് നടന്നു. മെയിൻ റോഡിൽ നിന്നും ഗ്രാമത്തിനുള്ളിലേക്ക് നീണ്ടുകിടക്കുന്നതെല്ലാം മൺപാതകളാണ്. അസർബൈജാനിലെ സഞ്ചാരത്തിനിടെ കണ്ട ഗ്രാമപാതകളെ ഓർമ്മയിലെത്തിക്കുന്ന വഴികൾ. ദരിദ്രമാണ് ഗ്രാമക്കാഴ്ചകൾ. മൺകട്ടകൾ പടുത്ത് ചെളികൊണ്ട് മെഴുകിയാണ് വീടുകളുടെ ഭിത്തിയും പുറംമതിലും നിർമ്മിച്ചിരിക്കുന്നത്. ചില വീടുകൾക്ക് സിമന്റ് കൊണ്ടുള്ള പ്ലാസ്റ്ററിംഗ് കാണുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം വീടുകളും മൺകട്ടയും കുഴമണ്ണും കൊണ്ട് പടുത്തതാണ്. ഗ്രാമവഴിയിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മോസ്കും പുരാതന മിനാരവും കാണുന്നു. അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഐനി പട്ടണത്തിലെ ഒരു പ്രധാന നിർമ്മിതി കൾച്ചറൽ പാലസ് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടമാണ്. പട്ടണത്തിലെ സാംസ്കാരിക കേന്ദ്രമാണത്. സോവിയറ്റ് കാലത്ത് എല്ലാ പട്ടണങ്ങളിലും ഇത്തരത്തിലുള്ള കൾച്ചറൽ പാലസുകൾ ഉണ്ടായിരുന്നു. ഐനി പട്ടണത്തിന് ഇന്ത്യയുമായൊരു ബന്ധമുണ്ട്. സോവിയറ്റ് പട്ടാളം ഉപേക്ഷിച്ചുപോയ ഇവിടുത്തെ എയർബേസ് പിന്നീട് കുറെ കാലം ഉപയോഗമില്ലാതെ കിടന്ന് നാശോന്മുഖമായിരുന്നു. 2002-നും 2010-നും ഇടയ്ക്കുള്ള വർഷങ്ങളിൽ ഇന്ത്യ $70 മില്യൺ ചെലവഴിച്ച് അത് നവീകരിച്ചു. 3200 മീറ്റർ റൺവേയുള്ള ആധുനിക നാവിഗേഷണൽ സംവിധാനങ്ങളുള്ള ഒരു ചെറിയ എയർപോർട്ട് തന്നെയാണത്. മധ്യേഷ്യയിൽ ഇന്ത്യ സൈനിക സാന്നിധ്യം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഐനി എയർബേസ് നവീകരിച്ചതെന്ന് റഷ്യയിലും പാകിസ്ഥാനിലുമുള്ള മാധ്യമങ്ങൾ അന്ന് ആരോപിച്ചിരുന്നു. അസ്ലോനോബോദ് എന്നൊരു പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ യാത്ര. പിന്നിൽ ഉയരമാർന്ന മലനിരകൾ. ഇങ്ങനെ മലകളുടെ സംരക്ഷണത്തിലാണ് ഇവിടുത്തെ ഗ്രാമങ്ങളെല്ലാം എന്ന് തോന്നും. അസ്ലോനോബോദ് പിന്നിലായി. ഇപ്പോൾ പച്ചപ്പിന്റെ വിശാലമായൊരു ഭാഗം കാണാം. കുഷിക്കാറ്റ് എന്ന ഗ്രാമമാണ്. സെറാവിഷാൻ നദിക്കരയുടെ ഫലപുഷ്ടിയിൽ വളർന്നു നിൽക്കുന്ന ധാരാളം മരങ്ങളും ചെടികളും. നാരകം, പോംഗ്രാനൈറ്റ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളാണ് കൂടുതലും.
2000 ആളുകൾ വസിക്കുന്ന പ്രദേശമാണ് ഖുഷിക്കാറ്റ്. ഖനികളുമായി ബന്ധപ്പെട്ട ഏതാനും സ്ഥാപനങ്ങളും 2 ഫാക്ടറികളുമുണ്ട് ഈ ചെറു ടൗണിൽ. വലിയ ഉറപ്പില്ലാത്ത മലനിരകളാണ്. മലയിൽ നിന്ന് ഊർന്നു വരുന്ന മണ്ണ് പാതയോരത്ത് വരെ എത്തി നിൽക്കുന്നു. ഖുഷിക്കാറ്റ് പിന്നിലായി. ഖുജന്ത് ലക്ഷ്യമാക്കി വാഹനം കുതിക്കുകയാണ്. ഇനി ഒരു പർവ്വതം കയറിയിറങ്ങി വേണം ഖുജന്ത് എന്ന സാംസ്കാരിക നഗരത്തിലെത്താൻ.